ഇറാൻ യുദ്ധം വെടിനിർത്തലിൽ നിന്ന് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഹോർമുസ് കടലിടുക്ക്, ഇറാന്റെ ആണവ പദ്ധതി തുടങ്ങിയവയിൽ തട്ടി കുടുങ്ങിക്കിടക്കുകയാണ് സമാധാന നീക്കങ്ങൾ. ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഇറാൻ പറയുമ്പോഴും റഷ്യയിൽ നിന്ന് ലഭിച്ച ആണവായുധം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് പാശ്ചാത്യ ലോകം വിശ്വസിക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയില്ലാതെ ഇത്രനാൾ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല എന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന വാർത്തയാണ് റഷ്യയിൽ നിന്ന് എത്തുന്നത്. രാജ്യത്തിന്റെ ആണവശക്തിയെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ് ആ വാർത്ത. സൈറ്റൻ 2 അല്ലെങ്കിൽ സാത്താൻ 2 എന്നറിയപ്പെടുന്ന ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ മിസൈലാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിക്കുന്നുമുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ സർമാറ്റിന്റെ പരീക്ഷണമാണ് നടത്തിയത്. പാശ്ചാത്യ രാജ്യങ്ങൾ സാത്താൻ 2 എന്ന് വിശേഷിപ്പിക്കുന്ന RS-28 സർമാറ്റ് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതും കരയിൽ നിന്ന് തൊടുക്കാവുന്നതുമായ ഒരു ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈലാണ്. നിലവിലുള്ളതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ഇതിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഈ വർഷാവസാനത്തോടെ മിസൈൽ പൂർണ്ണമായും യുദ്ധസജ്ജമാകുമെന്ന് പുടിൻ പറയുന്നു. സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച പഴയ വോയേവോഡ മിസൈലുകൾക്ക് പകരമായാണ് ഇത് വികസിപ്പിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ മിസൈലാണ് എന്നും ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന മിസൈലിലെ വാർഹെഡുകളുടെ സംയുക്ത ശേഷി പാശ്ചാത്യ രാജ്യങ്ങളിലെ സമാധാന മിസൈലുകളുടേതിനേക്കാൾ 4 ഇരട്ടിയിലധികമാണ് എന്നും പുടിൻ അവകാശപ്പെടുന്നുണ്ട്. സർമാറ്റ് മിസൈലിന്റെ സഞ്ചാര പരിധിയെക്കുറിച്ച് റഷ്യയും പാശ്ചാത്യ വിദഗ്ധരും വ്യത്യസ്ത കണക്കുകളാണ് നിരത്തുന്നത്. മിസൈലിന് 35,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാനാകുമെന്നാണ് റഷ്യയുടെ അവകാശവാദം. ഇത് ഭൂമിയെ ഏകദേശം ഒരു വട്ടം ചുറ്റുന്നതിന് തുല്യമാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ പരിധി ഏകദേശം 18,000 കിലോമീറ്റർ ആയിരിക്കുമെന്നാണ് പാശ്ചാത്യ അനലിസ്റ്റുകളും സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും വിലയിരുത്തുന്നത്. എന്നിരുന്നാലും ഈ 2 കണക്കുകൾ പ്രകാരവും റഷ്യയിൽ നിന്നും അമേരിക്കയിലെ ഏത് നഗരത്തിലും കൃത്യമായി ആക്രമണം നടത്താൻ സർമാറ്റിന് സാധിക്കും. CSIS റിപ്പോർട്ട് അനുസരിച്ച് 35.3 മീറ്റർ നീളവും 3 മീറ്റർ വ്യാസവുമുള്ള ഇതിന് 208.1 ടൺ ഭാരമാണ് ഉള്ളത്. പരമാവധി 10 ടൺ വരെ പേലോഡ് വഹിക്കാൻ ഇതിന് സാധിക്കും. പരമ്പരാഗത ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ അവശേഷിച്ച് വളരെ വേഗത്തിൽ ഉയർന്ന വേഗത കൈവരിക്കാൻ സർമാറ്റിന് സാധിക്കും. ഇതിന്റെ എഞ്ചിനുകൾ വളരെ പെട്ടെന്ന് തന്നെ ജ്വലനം അവസാനിപ്പിക്കുന്നതിനാൽ ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള സമയം വളരെ കുറവായിരിക്കും. സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് വഴി ബഹിരാകാശത്ത് എത്താൻ ഇതിന് സാധിക്കുമെങ്കിലും ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ വേഗത ഇതിനില്ല എന്നാണ് വിലയിരുത്തൽ. പുടിൻ പറയുന്നത് പ്രകാരം മിസൈലിന് 35,000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം താണ്ടാനാകും. ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനവും മറികടക്കാൻ ഇതിന് കഴിയുമെന്നും റഷ്യ അവകാശപ്പെടുന്നു. അമേരിക്ക 2001 മിസൈൽ പ്രതിരോധ കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് റഷ്യ പുതിയ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ നിർബന്ധിതമായത് എന്ന് പുടിൻ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സാഹചര്യങ്ങളിൽ തന്ത്രപ്രധാനമായ ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഞങ്ങൾ നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറയുന്നു. 2000 പുടിൻ അധികാരത്തിലെത്തിയത് മുതൽ റഷ്യ ആണവത്രയത്തിന്റെ ആധുനികവൽക്കരണത്തിന് വലിയ പ്രാധാന്യം നൽകി പോരുന്നു. പുതിയ മിസൈലുകൾ, ആണവ സബ്മറീനുകൾ, ആണവശേഷിയുള്ള ബോംബറുകൾ എന്നിവ റഷ്യ സജ്ജമാക്കി. 2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്നത് തടയാൻ റഷ്യ നിരന്തരം ആണവശക്തി പ്രയോഗിച്ചിരുന്നു. സർമാറ്റിന് പുറമെ മറ്റു ചില തന്ത്രപ്രധാന ആയുധങ്ങളും റഷ്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശബ്ദത്തേക്കാൾ 27 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന അവൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം, യൂറോപ്പിലെ ഏത് ലക്ഷ്യസ്ഥാനത്തും എത്താൻ കഴിയുന്ന 5000 കിലോമീറ്റർ പരിധിയുള്ള ഒറഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ചെറിയ ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ, ബുറേവെസ്നിക് ക്രൂയിസ് മിസൈൽ എന്നിവ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മറുപടിയാണ് റഷ്യ ഇത്തരം ആയുധങ്ങളെ കാണുന്നത്. അമേരിക്ക നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡൻ ഡോം എന്ന പുതിയ പ്രതിരോധ സംവിധാനത്തിന് അടുത്ത 20 വർഷത്തേക്ക് $1.2 ട്രില്യൺ ചെലവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇത്രയും കരുത്തുറ്റ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയാൽ അത് റഷ്യയുടെ ആണവായുധങ്ങളെ ആദ്യം തന്നെ ആക്രമിച്ച് നശിപ്പിക്കാൻ
അവരെ പ്രേരിപ്പിച്ചേക്കുമെന്നാണ് റഷ്യൻ സൈനിക വിദഗ്ധർ ഭയക്കുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ തങ്ങളുടെ തന്ത്രപരമായ സുരക്ഷയും അധികാര സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ഇത്തരം ആയുധങ്ങൾ അനിവാര്യമാണ് എന്നാണ് റഷ്യയുടെ നിലപാട്. ഉക്രൈൻ യുദ്ധം അവസാനത്തോട് അടുക്കുകയാണ് എന്ന പുടിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഉടൻ നടക്കുകയാണ്. ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ, AI, ചിപ്പ് നിയന്ത്രണങ്ങൾ തുടങ്ങിയവ പ്രധാന വിഷയമാകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഇറാനുമായുള്ള US യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനുമുള്ള നീക്കങ്ങളാണ് ചൈന നടത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള ചൈനയുടെ സാമ്പത്തിക ബന്ധം ഉപയോഗിച്ച് സമാധാന കരാറിലെത്താനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും US സമ്മർദ്ദം ചെലുത്തിയേക്കാം. 9 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 2017 ട്രംപ് തന്നെയാണ് ചൈന സന്ദർശിച്ച അവസാനത്തെ US പ്രസിഡന്റ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തുന്നത്. ഇറാനെതിരായ യുദ്ധം മൂലം അമേരിക്കക്കാരുടെ മേൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദം ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ അല്പം പോലും തന്നെ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. US പണപ്പെരുപ്പം 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. എണ്ണവിലയിലെ കുത്തനെയുള്ള വർധനവിന് ശേഷം ഇന്ധന ചെലവ് എപ്പോഴും കുതിച്ചുയരുകയാണ്. എന്നാലും ഈ സാഹചര്യത്തിലും സംഘർഷം മൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നാണ് US പ്രസിഡന്റ് പറയുന്നത്. ഇറാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനം അവർക്ക് ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എന്നതാണ്. ചൈനയിലേക്ക് വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതാണ്: അമേരിക്കക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ആരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇറാന് ഒരു ആണവായുധം കൈവശം വെക്കാൻ നമുക്ക് അനുവദിക്കാനാവില്ല, അത്രമാത്രം. US ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രചാരണ സീസണിന് മുന്നോടിയായാണ് ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇറാൻ കീഴടങ്ങുന്നതുവരെ സ്വന്തം നാട്ടുകാരെ കഷ്ടപ്പെടുത്താനും തയ്യാറാണ് ട്രംപ്. ജനങ്ങളോട് കടപ്പാടില്ലാത്ത പ്രസിഡന്റിനെയാണല്ലോ ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓർത്ത് അമേരിക്കക്കാർ പരിതപിക്കുന്നുണ്ടാകും.